ഗുഡ് മോർണിംഗ്. MPS 003 കോഴ്സ് കോഡിൽ വരുന്ന MA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരുടെ അസൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, അനലൈസ് ദി വർക്കിംഗ് ഓഫ് ഫെഡറൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുള്ള ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് സെഷൻ. ഓക്കെ, ആസ് യു നോ or you may have found, whenever there is a discussion on the nature, structure and process of political system in India, it is said that India is a federal state. അതായത് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റി, ഇന്ത്യയിലെ ഈ ഒരു സംവിധാനത്തെ പറ്റി നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന വസ്തുത എന്തെന്നാൽ, ഇന്ത്യ എന്നത് പൊളിറ്റിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഫെഡറാലിസത്തിൽ അധിഷ്ഠിതമാണ്. It is said that India is a federal state. There are generally two types of states in the world. The state that has only one government for the entire country, which is known as a unitary state. The United Kingdom has a unitary system. But there are states like the United States of America and Canada which have governments at two levels, one at the central level and the other at the state level. Besides having two sets of government, a federal system in India must have been the three other features. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അതായത് ലോകത്തിലെ രാജ്യങ്ങളുടെ ഒരു ഭരണ സംവിധാനം, രാഷ്ട്രീയ ആ ഒരു വകയിലേക്ക് നാം ഒന്ന് നോക്കിയാൽ, രാഷ്ട്രത്തിൻ്റേതായ രൂപീകരണം, ഗവൺമെൻറ് രൂപീകരണം സ്റ്റേറ്റ് തലത്തിൽ മാത്രമുള്ളത്, അതിനെ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയാം. യുണൈറ്റഡ് കിങ്ഡം എക്സാമ്പിളായിട്ട് പറയാം. മറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ കേസ്, കാനഡ പോലുള്ള രാജ്യങ്ങളുടെ ഗവൺമെൻറ് എടുത്താൽ ടു ലെവൽ സിസ്റ്റമാണ്. ഒന്ന് സെൻട്രൽ ലെവലിലുണ്ട്, മറ്റൊന്നോ സ്റ്റേറ്റ് ലെവലിലുണ്ട്. ഇനി ഇത് രണ്ടും കൂടാതെ തന്നെ ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഇന്ത്യ എന്നുള്ളത് മൂന്നാമത്തെ ആ തരത്തിലുള്ള ഒരു കാറ്റഗറി ആയിട്ട് പറയാം. ആ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയായിട്ട് എന്തൊക്കെയാണ് മൂന്ന് പ്രത്യേകതകൾ? എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, and supremacy of the judiciary to interpret the constitution. India also has a federal system having all these features, but with a difference. So let us examine the nature of Indian constitution. Okay, അപ്പോൾ എന്തൊക്കെ സവിശേഷതയാണ്? ഒരു ലിഖിത ഭരണഘടന, അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി പങ്കുവെക്കൽ, അതുപോലെ തന്നെ ജുഡീഷ്യറിയുടേതായ ഒരു സൂപ്രമാസി, ആ സൂപ്രമാസിയുടെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുവാനുള്ള വിവേചനാധികാരം. അപ്പോൾ അത്തരത്തിലുള്ള അധികാരമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഭരണ സംവിധാനം പൊളിറ്റിക്കൽ സിസ്റ്റം ഫെഡറൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഉള്ള ഇന്ത്യയുടെ ഭരണ മാതൃകയിലേക്ക് നോക്കുമ്പോൾ എന്നാൽ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത ഉണ്ട് എന്നുള്ളതാണ്. അത് എന്താണ്? ഇന്ത്യൻ ഫെഡറാലിസം എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. ഫസ്റ്റ് വൺ, ടു ടയർ ഗവൺമെൻറ്. So you must have heard that there are two sets of government created by Indian constitution. One for the entire nation called the union government, that is central government, and the another for each unit of state, that is called a state government. And sometimes you may also find the reference to a three-tier system of government in India, because besides the union and state governments, local governments, both rural and urban, are also said to constitute another tier. But constitutionally, India has a two-tier government. The constitution does not allocate a separate set of powers to the local government as these continue to be under their respective state governments. അപ്പോൾ ഇന്ത്യയുടെ പൊതുപ്രത്യേകത എന്താ? ഇന്ത്യക്ക് ടു ടയർ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ പറയാമെങ്കിലും പൊതുവേ ഇന്ത്യ ത്രീ ടയർ സിസ്റ്റമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ടു സെറ്റ്സ് ഓഫ് ഗവൺമെൻറ് ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ളത്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്ന രീതിയിൽ മൊത്തത്തിലുള്ളത്. ഒരുപക്ഷേ നമുക്ക് ത്രീ ടയർ സിസ്റ്റം എന്ന രീതിയിൽ നമുക്ക് റെഫർ ചെയ്യാനുള്ള സിറ്റുവേഷൻ ലോക്കൽ ലെവലിലേക്ക് ഉണ്ട്. അതായത്
യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ളത് ലോക്കൽ ഗവൺമെൻറ് എന്ന രീതിയിൽ. അപ്പോൾ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ആർ സെഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് അനദർ ടയർ. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി നാം നോക്കുമ്പോൾ 2 ടയർ സിസ്റ്റം ഉണ്ട്. അതിനേക്കാൾ ഉപരി ലോക്കൽ ലെവലിൽ അർബൻ ആൻഡ് റൂറൽ ഏരിയയെ കേന്ദ്രീകരിച്ചുള്ള സംവിധാനവും ഇവിടെയുണ്ട് എന്ന് നമുക്ക് പറയാം. ദെൻ സെക്കൻഡ് വൺ എന്താണ് സവിശേഷത? ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ഇൻ ഫെഡറൽ സിസ്റ്റം ഈസ് division of powers. Like other federations, both the union and state governments have constitutional status and clearly identified area of activity. The constitution clearly divides the powers between the two sets of governments so that the center and the state exercise their powers within their respective spheres of activity. None violates its limits and ട്രൈസ് ടു എൻക്രോച്ച് അപ്പോൺ ദ ഫങ്ഷൻസ് ഓഫ് ദി അതർ. രണ്ടാമത്തെ എന്താണ്? പവർ ഡിവിഷനാണ് അല്ലേ. അവിടെ എന്താ ചെയ്യുന്നത്? മറ്റേതൊരു സംവിധാനത്തെ പോലെ നമ്മുടെ ഇന്ത്യയിലും യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഭരണഘടനാപരമായിട്ട് അവർക്കൊരു പദവിയുണ്ട്. അതേപോലെ തന്നെ വ്യക്തമായി നിർവചിച്ച് വേർതിരിച്ച് അവരുടെ ഏരിയ ഓഫ് ആക്ടിവിറ്റി ഏതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭജിച്ചിട്ടുണ്ട് ചുമതലകളെ, അധികാരങ്ങളെ വിഭജിച്ചിട്ടുണ്ട്. അത് 2 സെറ്റായിട്ടെന്ന രീതിയിലാണ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ളതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ളതും എന്ന രീതിയിൽ അവർക്ക് പവേഴ്സിനെ അവരുടെ അധികാര പരിധിയിൽ നിന്നും എക്സസൈസ് ചെയ്യുവാനും അധികാര പരിധിയിലുള്ള പ്രവർത്തനങ്ങളുടെ മേലെ അവർക്ക് ചുക്കാൻ പിടിക്കുവാനും സാധിക്കുന്നുണ്ട്. ദെൻ നൺ വയലേറ്റ്സ് ഇറ്റ്സ് ലിമിറ്റ് ആൻഡ് ട്രൈസ് ടു എൻക്രോച്ച് അപ്പോൺ ദ ഫങ്ഷൻസ് ഓഫ് ദി അതർ. ഒരാളും അവരുടെ പരിധിക്കുള്ളിൽ വരുന്ന അധികാരങ്ങളെ അതിൻ്റെ മേലൊരു കടന്നു കയറ്റം നടത്തുവാനായിട്ടോ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിലേക്ക് ഇടപെടുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. സോ ദ ഡിവിഷൻ ഹാസ് ബീൻ സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ 3 ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതിന് 3 ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേതൊക്കെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, അതേപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, പിന്നെയോ കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ എന്താണ്? 97 സബ്ജക്ട്സ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ അതാർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്. അതേതൊക്കെയാണ്? സച്ചാസ് ഡിഫൻസ്, റെയിൽവേസ്, പോസ്റ്റ്, ടെലഗ്രാഫ് എക്സെട്ര. സ്റ്റേറ്റ് ലിസ്റ്റോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 66 സബ്ജക്ട്സ് ഓഫ് ലോക്കൽ ഇൻട്രസ്റ്റ് സച്ചാസ് പബ്ലിക് ഹെൽത്ത്, പോലീസ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എക്സെട്ര. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? 2 കൂട്ടരും ജോയിൻ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൽ 47 സബ്ജക്ട്സ് ആണ്. സച്ചാസ് എഡ്യൂക്കേഷൻ, ഇലക്ട്രിസിറ്റി, ട്രേഡ് യൂണിയൻ, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് എക്സെട്ര. So on this list, both the union government and the state government have concurrent jurisdiction. 2 കൂട്ടർക്കും ഈ പറയുന്ന ലിസ്റ്റിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വിവേചന അധികാരം ജോയിൻ്റ് ആയിട്ട് ആയിരിക്കും. However, the constitution assigns those powers on the subject that not enumerated under union list, state list and concurrent list to the union government. അപ്പോൾ ചില കോൺസ്റ്റിറ്റ്യൂഷൻ അസൈൻ ചെയ്തിരിക്കുന്ന ഈ പവേഴ്സ് ചില വിഷയങ്ങളിലെന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ ആ വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അസൈൻ ചെയ്ത് ആർക്കും കൊടുക്കാതെയുള്ള പവേഴ്സിനെ അറിയപ്പെടുന്നത് എന്താണ്? അതിന് പറയുന്ന പേരാണ് റെസിജ്വറി പവേഴ്സ്. ഓക്കെ, if there is any dispute about the division of the powers, it can be resolved by the judiciary on the basis of the constitutional provision. ഇപ്പോൾ റെസിജ്വറി പവേഴ്സിൻ്റെ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ തർക്കങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അതിൻ്റെ മേൽ ജുഡീഷ്യറിയുടെ ഇടപെടൽ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ അതിന് പരിഹാരം കാണുവാനായിട്ട് സാധിക്കും. 3-ാമത്തെ ഫീച്ചർ എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ ഒരു ലിഖിത ഭരണഘടനയുണ്ട് എന്നതാണ്. So as we have earlier seen, India has a written constitution which is supreme. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്താ? ലിഖിതമായ ഒരു ഭരണഘടനയുണ്ട്. അത് പരമോന്നതമായ ശ്രേഷ്ഠമായ പദവി ഉള്ളതുമാണ്. It is also the source of power for both the set of governments, the union and the state. അപ്പോൾ ഈ ലിഖിത ഭരണഘടന 2 കൂട്ടർക്കും അവരുടെ ഗവൺമെൻറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള നിയമങ്ങളാണ്. യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. So these governments are independent in their spheres of governance. ഈ ഗവൺമെൻറ്റ്സ് 2 കൂട്ടരും അവരവരുടെ തലങ്ങളിൽ പ്രവർത്തന തലങ്ങളിൽ അവർ സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. അനദർ ഫീച്ചർ ഓഫ് എ ഫെഡറേഷൻ
ഈസ് ദ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഭരണഘടന വളരെ റിജിഡായിട്ടുള്ള കാര്യങ്ങളാണ്, ശക്തമായി സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്യണമെന്നതാണ്. ആൾദോ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ആസ് റിജിഡ് ആസ് ദ US കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡാണ്, എന്നാൽ തന്നെ US കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത്രയും തന്നെ റിജിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാനും പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ആസ് മെൻഷൻഡ് ഏർലിയർ, ഇറ്റ് ഹാസ് എ യുണീക്ക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. രണ്ടിൻ്റെയും കൂടി ഗുണസമ്മിശ്രങ്ങൾ ചേർന്നതാണ്. ഏതിൻ്റെയാണ്? യുണീക്ക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ. ദെൻ ഫോർത്ത് ഫീച്ചർ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. ജുഡീഷ്യറിയുടെ എന്തുണ്ട്, ഒരു ഇടപെടലുണ്ടാകും. ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യമുണ്ട്. Then another very important feature of a federation is an independent judiciary to interpret the constitution and to maintain its sanctity. അതായത് ഇപ്പോൾ ഭരണഘടന അനുശാസിച്ച് നൽകുന്ന പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും ഓരോരുത്തർക്കും പ്രത്യേക വിഷയങ്ങളാണല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേറെ ഒരു ലിസ്റ്റ്, സെൻട്രൽ ഗവൺമെൻറ്റിന് വേറെ ഒരു ലിസ്റ്റ്. അപ്പോൾ ഇതിൽ അനാവശ്യമായിട്ട് മറ്റ് ബാഹ്യശക്തികൾ എന്ന രീതിയിൽ രണ്ടുപേരുടെയും വിഷയങ്ങളിൽ അനാവശ്യമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടപെടുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു നിയമവ്യവസ്ഥ, അപ്പോൾ അത് കോടതി സംവിധാനം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇടപെടുവാനും അവിടുത്തെ ഒരു അവിടെ സാങ്ക്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഒരു വിശ്വാസ്യത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കോടതിക്ക് ഇടപെടാൻ സാധിക്കും. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ദ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ അങ്ങനെ ഇടപെടാനായിട്ട് സുപ്രീം കോർട്ടാണ് ഇവിടെ ഉള്ളത്. യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തർക്ക വിഷയങ്ങൾ സെറ്റിൽ ചെയ്യാൻ, പരിഹരിക്കാനായിട്ട് സുപ്രീം കോർട്ടിന് ഇടപെടാം. ദെൻ ഇറ്റ് ക്യാൻ ഡിക്ലെയർ എ ലോ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇഫ് ഇറ്റ് കോൺട്രാവെൻസ് എനി പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. The judiciary also has the powers to resolve disputes between the union government and the state governments on the constitutional and legal matters related the division of powers. അപ്പോൾ അധികാരം വിഭജിക്കുന്നത്, അധികാരം അല്ലെങ്കിൽ അവരുടെ ചുമതലകൾ, ഇതൊക്കെ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ വരികയാണെങ്കിൽ അത് കോടതിയുടെ സഹായത്തോടുകൂടി തർക്കങ്ങൾ പരിഹരിക്കാം. അത് സുപ്രീം കോർട്ടിനാണ് അതിൻ്റെ അധികാരം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഇന്ത്യയിലുള്ള സവിശേഷതകളായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിന് ഒരു സ്ട്രോങ് സെൻറ്റർ ഉണ്ടെന്നുള്ളതാണ്. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെൻറ്റർ എന്നതും അതിൻ്റേതായ സവിശേഷതകളാണ്. അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു സ്ട്രോങ് സെൻറ്റർ എന്ന രീതിയിൽ നാം ഈ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം പരിഗണിക്കുമ്പോൾ, ഇൻ വ്യൂ ഓഫ് ദ എബോവ് പ്രൊവിഷൻസ്, ദ ഇന്ത്യൻ സിസ്റ്റം അപ്പിയേഴ്സ് ടു ഹാവ് ആൾ ദ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ബട്ട് ഹൗ യു ഗോൺ ത്രൂ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സേസ് ദാറ്റ് ഇന്ത്യ ഈസ് ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. അപ്പോൾ ഇതാണ് വിമർശനാത്മകമാകുന്നത്. ഇന്ത്യ എന്നത് രൂപത്തിൽ ഫെഡറലാണെങ്കിലും പ്രവർത്തനത്തിൽ അത്, സ്പിരിറ്റിൽ അത് യൂണിറ്ററി ആണോ? അതാണ് ക്രിട്ടിക്കൽ അനാലിസിസിൻ്റെ സവിശേഷത. മനസ്സിലായോ? സോ ഇൻഫാക്റ്റ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഹാസ് എ സ്ട്രോങ് യൂണിയൻ ഗവൺമെൻറ് എന്ന് നമുക്കറിയാം. പക്ഷേ വിമർശനാത്മകമായി അതിനെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇന്ത്യ ഈസ് ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. എന്ത് പറയും? Actually, the Indian federal system has a strong union government. This was deliberately done in the context of prevailing situation on the eve of independence and in the view of social political situation. Apart from India being a vast country of continental dimensions, it has diversities and social pluralities. The framers of the constitution believed that we required a federal constitution that would accommodate diversities ആൻഡ് പ്ലൂറാലിറ്റീസ്. ഇതാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണ്. എന്നാൽ അതിൻ്റെ സ്പിരിച്വലായിട്ട് നോക്കുമ്പോഴേക്കും അവിടെ എന്തുണ്ട്? അവിടെ ഒരു യൂണിറ്ററി സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ക്രിട്ടിക്കലായിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന അനലൈസ് ചെയ്യുമ്പോഴേക്കും ഇതിനെ ബേസ് ചെയ്താണ് അടുത്ത വിശേഷാത്മകമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ എന്ത് പറയാം? ഇൻഫാക്റ്റ് ദ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഹാസ് എ സ്ട്രോങ് യൂണിയൻ ഗവൺമെൻറ്
ദിസ് വാസ് ഡെലിബറേറ്റ്ലി ഡൺ ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രിവൈലിംഗ് സിറ്റുവേഷൻ ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം ലഭ്യമാവുന്ന സന്ദർഭത്തിലുണ്ടായ സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുണ്ടാക്കിയത്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്തതാണ്. അപ്പോൾ ശക്തമായ ഒരു യൂണിയൻ ഗവൺമെൻറ് തന്നെ ഉണ്ടാവണം എന്നത് അന്നത്തെ ആവശ്യകത തന്നെയായിരുന്നു. അങ്ങനെയാണ് ആ പ്രിവെയിലിംഗ് സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു യൂണിയൻ ഗവൺമെൻറ്റിന് അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയത്. ദെൻ അപ്പാർട്ട് ഫ്രം ഇന്ത്യ ബീങ് എ വാസ്റ്റ് കൺട്രി ഓഫ് കോണ്ടിനെൻ്റൽ ഡയമെൻഷൻസ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഡൈവേഴ്സിറ്റീസോ, വ്യത്യസ്തതകൾ, സാമൂഹ്യമായിട്ടുള്ള ബഹുസ്വരതകൾ, പല ജാതി, പല രീതി, പല ആചാരം, പല രീതിയിലുള്ള എന്താ പറയുക വിശ്വാസങ്ങൾ, ഇതെല്ലാം ചേരുമ്പോഴാണ് സോഷ്യൽ പ്ലൂറാലിറ്റീസ് ഉണ്ടാവുക. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് രൂപം കൊടുത്തവരെല്ലാം തന്നെ എന്താ വിശ്വസിച്ചേ? ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിലീവ്ഡ് ദാറ്റ് വി റിക്വയർഡ് എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ വിശ്വസിച്ചതാണ് നമുക്കൊരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ആവശ്യം. അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഇത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന ബോധമായിരുന്നു അന്നത്തെ ജനകീയ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. സോ വൺസ് അഗെയിൻ ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിലീവ്ഡ് ദാറ്റ് വി റിക്വയർഡ് എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വുഡ് അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റീസ് ആൻഡ് പ്ലൂറാലിറ്റീസ്. ബട്ട് വെൻ ഇന്ത്യ attained independence, it was faced with challenges like maintaining unity and integrity and bringing about social, economic and political change. അപ്പോൾ ഇങ്ങനെ ബഹുസ്വരതകൾ, വ്യത്യാസങ്ങൾ ഇതിനെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുവാനായിട്ട് അതിന് ശേഷിയുള്ള ഒരു ഭരണഘടന ഇവിടെ ഉണ്ടാകണമെന്നതായിരുന്നു ആവശ്യം. പക്ഷേ എന്നാൽ സ്വാതന്ത്ര്യം ലഭ്യമായപ്പോഴേക്കും നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് രാജ്യത്തിൻ്റെ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, രാജ്യത്തിൻ്റെ ഐക്യവും ദൃഢതയും നിലനിർത്തുക, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. ഇറ്റ് വാസ് നെസസറി ഫോർ ദ സെൻറ്റർ to have such powers because India at the time of independence was not only divided into provinces created by the British but also had more than 15 princely states which had to be integrated into existing state or new states had to be created. അപ്പോൾ ആ ഒരു സാഹചര്യം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ചുറ്റുപാടുകളെല്ലാം തന്നെ ഇന്ത്യ ഒരു ശക്തമായ യൂണിയൻ ഗവൺമെൻറ് ഉണ്ടായാലേ പറ്റൂ എന്ന സ്ഥിതി. അതുകൊണ്ടാണ് ശക്തമായിട്ട് ആർഗ്യൂ ചെയ്ത് ഇന്ത്യക്കൊരു ഫെഡറൽ സിസ്റ്റം വേണമെന്നുള്ളത്. മാത്രമല്ല സെൻറ്റർ എന്നുള്ള ആ ഒരു ലെവലിലുള്ള ഗവൺമെൻറ്റിന് അധികാരങ്ങൾ ശക്തമായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടാവുകയും വേണം. അധികാരമുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഇവിടെ ഉള്ള സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെ അതിനെ ഒരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കുമെന്നും വിശ്വസിച്ചു. കാരണം അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് നോട്ട് ഓൺലി ഡിവൈഡഡ് ഇൻ ടു പ്രോവിൻസസ് ക്രിയേറ്റഡ് ബൈ ദ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രോവിൻസസ് കൊണ്ട് ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്ത്യ വിഭജനം നടന്നിരുന്നു. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന 500-ലധികം രാജഭരണം നടന്നിരുന്ന സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ പുതിയ സംസ്ഥാനമായിട്ട് മാറേണ്ട ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ആവശ്യകതയും ഉണ്ടായിരുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ബീൻ മെയ്ഡ് സ്ട്രോങ് ഡെലിബറേറ്റ്ലി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിനെ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതാണ് ആ ഒരു സിസ്റ്റം, ആ ഒരു സ്ട്രക്ചർ, ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ സെൻട്രൽ ഗവൺമെൻറ് എന്ന രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ നേരിടുവാനായിട്ട് സാധിക്കൂ എന്ന രീതിയിൽ. അതുകൊണ്ട് പോവർട്ടി, ഇല്ലിറ്ററസി, സോഷ്യൽ ഇനീക്വാളിറ്റീസ് ഓഫ് വെൽത്ത് were some of the problems that required unified planning and coordination. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നേരിടണം. എന്തെല്ലാം പ്രശ്നമാണ്? ദാരിദ്ര്യം, നിരക്ഷരത, സാമൂഹ്യമായിട്ടുള്ള അസമത്വങ്ങൾ, അതേപോലെ തന്നെ സാമ്പത്തികമായ അസമത്വങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൽ അന്ന് ഇഷ്ടംപോലെ നിലനിൽക്കുന്ന സമയം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടണം. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഏകീകൃതമായ ഒരു ആസൂത്രണ സമ്പ്രദായവും അതിന് പറ്റുന്ന ഒരു ഭരണ സമ്പ്രദായവും അതിൻ്റെ ഒരു കോർഡിനേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്ന് വന്നു. അപ്പോൾ യൂണിഫൈഡ് പ്ലാനിങ്, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് ശക്തമായ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ്, ഇതെല്ലാം ആവശ്യമായി വന്നു. ദസ് ദ കൺസേൺസ് ഓഫ് യൂണിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത് രണ്ടുമാണ് പരിഗണിക്കേണ്ടത്. യൂണിറ്റി ഉണ്ടാവണം, ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. ദാറ്റ്
പ്രോംപ്റ്റഡ് ദ മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ക്രിയേറ്റ് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ എങ്ങനെ ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇത്രയും ശക്തമായ രീതിയിൽ ഈ ഒരു സംവിധാനത്തിൽ ഫെഡറൽ ഗവൺമെൻറ് സിസ്റ്റം എന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആവിർഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് യൂണിറ്റിയും ഡെവലപ്മെൻറ്റും രാജ്യത്തുണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായി ഭരണഘടനാ പിന്തുണയോടുകൂടി ഒരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേതാണ്? ആർട്ടിക്കിൾ 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ചില പോയിൻറ്റ്സ് പറയുന്നത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം തികച്ചും വിഭിന്നമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും. എന്തുകൊണ്ടെന്നാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫസ്റ്റ് ആർട്ടിക്കിൾ സൈസ് ദ ഹിൻഡ് അറ്റ് ദ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ദാറ്റ് ഈസ് മെയിൻലി വേരിയേഷൻസ് ഓർ ഡിഫറൻസസ്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. വ്യത്യസ്തമാണ്, കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൂട്ടമാണ്, സ്റ്റേറ്റിൻ്റെ സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേരുന്ന ആ മൊത്തത്തിലുള്ളതാണ് യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയാം. സോ നൗ ഹിയർ ഡസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ് ഇന്ത്യ ആസ് എ ഫെഡറൽ സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുക. കാരണം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിറ്റി, അവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു യൂണിയൻ, അങ്ങനെ ചേർന്നിട്ടുള്ള അതിൻ്റെ ടോപ്പ് ലെവൽ എന്ന രീതിയിലുള്ള ഭരണ സംവിധാനം, അതുകൊണ്ടാണ് യൂണിയൻ ഗവൺമെൻറ് അഥവാ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് സോൾ പവർ. മൊത്തത്തിൽ ഇന്ത്യൻ ടെറിട്ടറിയുടെ മൊത്തം അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, ഇതെല്ലാം തന്നെ ആരുടെ കരങ്ങളിലാണ്? പാർലമെൻറ്റിൻ്റെ കരങ്ങളിലാണ്. So the parliament is empowered to form a new state by the separation of territory from any state or uniting two or more state. അപ്പോൾ ഒരു പുതിയ സംസ്ഥാന രൂപീകരണത്തിനുള്ള അധികാര അവകാശങ്ങളെല്ലാം തന്നെ പാർലമെൻറ്റിലാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിലാണ്, യൂണിയൻ ഗവൺമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. മറ്റൊന്ന് ഡിവിഷൻ ഓഫ് പവേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഈസ് ഇൻ ഫേവർ ഓഫ് യൂണിയൻ ഗവൺമെൻറ്. Okay, union list that contains all the key subjects. Besides, even in relation to concurrent list, the constitution has assigned the precedence to the center over the state. അപ്പോൾ യൂണിയൻ ലിസ്റ്റും ഏതുണ്ട്? സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റും ഈ കൺകറൻറ്റ് ലിസ്റ്റും ഉള്ളപ്പോഴേക്കും സ്റ്റേറ്റിൻ്റെ മേൽ തീർച്ചയായിട്ടും ഒരു പവർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ ഭരണതലമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിന് എഫക്റ്റീവായിട്ട് സ്റ്റേറ്റിൻ്റെ മേൽ നിയമപ്രകാരം ഇടപെടുവാനായിട്ട് സാധിക്കും. അതിനുള്ളതാണ് ആ കൺകറൻറ്റ് ലിസ്റ്റിന് പ്രകാരമുള്ള കാര്യം. സ്റ്റേറ്റ് സബ്ജക്റ്റിൽ ഇടപെടുവാനായിട്ട് സാധിക്കും. അപ്പം അത് മാത്രമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഡിമാൻഡ് ചെയ്യാം ദാറ്റ് നീഡ് ടു ലെജിസ്ലേറ്റ്. അതൊരു പക്ഷേ ലെജിസ്ലേറ്റ് നിയമം വേണ്ടി വന്നിരുന്നതാണ്, സ്റ്റേറ്റ് എടുക്കുന്ന നിയമം പോരാ. അങ്ങനെ വരുമ്പോഴേക്കും സ്റ്റേറ്റിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനും ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത് അങ്ങനെ ആവശ്യപ്പെടുമ്പോഴേക്കും ദിസ് മേ ഹാപ്പൻ ഇഫ് ദ മൂവ് ഈസ് റാറ്റിഫൈഡ് ബൈ ദ രാജ്യസഭ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊന്നാണ് ഫെഡറൽ പ്രിൻസിപ്പിൾ ദാറ്റ് എൻവിസേജസ് എ ഡ്യുവൽ സിസ്റ്റം ഓഫ് കോർട്ട്. ഈ ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയുടെ കേസ് വി ഹാവ് യൂണിഫൈഡ് ഓർ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി വിത്ത് ദ സുപ്രീം കോർട്ട് അറ്റ് ദ അപ്പെക്സ്. ഡ്യുവൽ സിസ്റ്റം ഓഫ് കോർട്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ അതിനെ യൂണിഫൈഡ് മാനറിൽ അല്ലെങ്കിൽ ജുഡീഷ്യറി ഇൻറ്റഗ്രേഷൻ എന്ന രീതിയിൽ നാം ഇന്ത്യയിലെ അപ്പെക്സ് തലത്തിലുള്ള സെൻറ്റർ ദാറ്റ് ഈസ് കോർട്ടിൻ്റെ കേസിൽ സുപ്രീം കോർട്ടിനെയാണ് മെൻഷൻ ചെയ്യുക എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഫിനാൻഷ്യൽ പവേഴ്സിൻ്റെ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ആണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്. ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് വെരി എഫക്റ്റീവ് ഫിനാൻഷ്യൽ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ദ ടേംസ് ജനറേറ്റിംഗ് റവന്യൂ ആൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെൻറ്റർ. The state are mostly dependent on the grants and financial assistance from the central government. Moreover, India has adopted planning as an instrument of rapid economic development and progress after independence. This also has led to considerable centralization of decision making. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള ആ ഒരു പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അധികാരം കൈവശം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള ഫിനാൻഷ്യൽ പവേഴ്സ് വളരെ ഫലപ്രദമായിട്ട് ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ നിർവഹിച്ചു പോരുന്നുണ്ട്. അങ്ങനെയാകുമ്പോഴേക്കും റവന്യൂ, അത് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പവർ സോഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഗ്രാൻസിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു റിലേഷൻ അത്തരത്തിലാണ്. അസിസ്റ്റൻറ്റിന് വേണ്ടി ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു?
സെൻട്രൽ ഗവൺമെൻറ്റിനെ ആശ്രയിക്കുക. അതുകൊണ്ടാണ് ആ ഫെഡറാലിസം എന്ന പറയുന്നത് അത് തന്നെയാണ്. മാത്രമല്ല ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് പ്ലാനിങ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ റാപ്പിഡ് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന വികസന രീതി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് ആണ്, എക്കണോമിക് പ്ലാനിംഗ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ എക്കണോമിക് പ്ലാനിങ് ഇവിടെ നടപ്പിലാക്കുമ്പോഴേക്കും ആ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടിന് സഹായത്തിന് വേണ്ടി ആരെ സമീപിക്കേണ്ടതുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുക. എന്തുകൊണ്ട് ഇവിടെ ഒരു ഫെഡറാലിസം, ആ ഒരു ഫെഡറൽ സിസ്റ്റം എന്തുകൊണ്ട് ഇവിടെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഏതാനും പോയിൻ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നമുക്ക് അവസാനമായിട്ട് പറയാം, ഫൈനലി അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ സെൻറ്റർ ആർ സുപ്പീരിയർ ടു ദോസ് ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, the central government may choose to give instructions to the state government. Moreover, we have an integrated administrative system. The all India services are common for the entire territory of India, and officers chosen for these services serve in administration of the state. Thus, an IAS officer who becomes the collector or an IPS officer who serves as the commissioner of the police is under the control of the central government. Okay. State cannot take disciplinary action, nor can they remove these officers from the service. Okay. From the above discussion, it is clear that there is a tilt in favor of the center at the cost of the state. The state have to work in close cooperation with the center. This has lent support to the contention that the Indian Constitution is federal in form but unitary in spirit. Constitutional experts have called it a semi-federal or a quasi-federal system. Okay. അപ്പോൾ എന്ത് പറയാം, നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ എന്തുകൊണ്ട് ഫെഡറാലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അനലൈസ് ചെയ്യുമ്പോൾ പറയേണ്ടതായ പോയിൻറ്റ്സാണ് ഞാൻ ഈ പറഞ്ഞത്. അവസാനമായി നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിലെ പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ് പവേഴ്സ് സെൻറ്ററിനെ പറ്റി പറയുമ്പോൾ പവർ സെൻറ്റർ സുപ്പീരിയർ ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച് സുപ്പീരിയർ പവർ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. കാരണം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും. മാത്രമല്ല ഒരു ഇൻ്റഗ്രേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ആൾ ഇന്ത്യ സർവീസസ് എന്ന രീതിയിൽ എൻറ്റയർ ടെറിട്ടറി ഇന്ത്യയിൽ മൊത്തത്തിലും സെർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഓഫീസേഴ്സ് ഒന്നെങ്കിൽ IPS ഓഫീസറാവാം, IAS ഓഫീസറാവാം. ഈ IAS ഓഫീസറും IPS ഓഫീസറും എന്ന് പറയുമ്പോഴേക്കും അവർ അതിൻ്റെ തലത്തിൽ നമ്മളെ സേവനം അനുഷ്ഠിക്കുമ്പോൾ അവരെ നിയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആരാ? സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിലൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്കഷനിലൂടെയൊക്കെ നാം വിലയിരുത്തപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത എന്തെന്നാൽ നമ്മളുടെ ഫെഡറാലിസം എന്നുള്ള ഈ ഒരു സംവിധാനം, ഭരണ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ, ടോപ്പ് ലെവൽ അതോറിറ്റേറ്റീവായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്റ്റേറ്റിൻ്റെ ആ ഒരു കോസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടാണ് ഇന്നത്തെ അവരുടേതായ ഭരണ സംവിധാനം മുന്നോട്ട് നീങ്ങുക. സ്റ്റേറ്റ് വർക്ക് ചെയ്യണത് ഇവരോട് സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും സെൻട്രൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവർക്ക് ഫെഡറൽ സിസ്റ്റത്തിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്ത് ഇതിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ ഒരു ഫെഡറൽ ഫോം ആണെന്ന് പറഞ്ഞാലും അവിടുത്തെ സ്പിരിറ്റ് യൂണിറ്ററിയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്സ് എല്ലാവരും തന്നെ ഇതിനെ വിശദമാക്കുന്നത് എങ്ങനെയെന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യ കാൾഡ് ഇറ്റ് എ സെമി ഫെഡറൽ ഓർ എ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന രീതിയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാൻ സാധിക്കുക. ഓക്കെ, സോ വൺസ് അഗെയിൻ ഇന്ത്യ കാൾഡ് ഇറ്റ് എ സെമി ഫെഡറൽ ഓർ എ ക്വാസി ഫെഡറൽ സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടുത്തെ ഫെഡറൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് വിധത്തിലാണ് എന്താ പറയുക അനലൈസ് ചെയ്ത് എഴുതേണ്ടെന്നുള്ളത്. വാട്ട് അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ദ ഫെഡറൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും ഭാഗം കവർ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട്
പ്രിപ്പയർ ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ക്ലാസ് കേട്ടിട്ട് കമൻറ്റ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഇനിയും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു എഗെയിൻ.